ഇവിടെ വന്ന് നിൽക്കുവാണോ? ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? വേണ്ട, വിശപ്പില്ല. ആദ്യം മനസ്സിലെ പക മുഴുവൻ കളയും. എങ്കിലേ ചന്ദ്രയെ തനിക്ക് സമാധാനം കിട്ടും. പുറത്തു നിന്ന് ആർക്കും എന്തും പറയാം. അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഉള്ളത് പറയാലോ. ഞാൻ വിശ്വസിക്കുന്നില്ല ദേവിക്ക് ആ മരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്. അതുമാത്രമല്ല, സുധിയേട്ടന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. സിദ്ധോടനല്ലെങ്കിലും അങ്ങനെ പറയുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതിപ്പോ ഞാൻ എന്തിനാ പറയുന്നറിയോ? ചന്ദ്രയുടെ ഉള്ളില് അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിലേ, ഉണ്ടെങ്കിലും നല്ല ഉണ്ടെന്നറിയാം, അത് കളയാൻ വേണ്ടിയാ. തോന്നലുണ്ട്, തോന്നലേ ഉള്ളൂ. വിഷ ഉള്ളിൽ ചെന്ന എന്റെ അച്ഛൻ മരിച്ചത്. ആ വിഷ ആരാ കൊടുത്തത്? ആ മനോഹരനും ദേവികയല്ലാതെ ആരും ഇത് ചെയ്യില്ല. അതുകൊണ്ട് സിദ്ധോടനെ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അവര് ചെയ്ത തെറ്റൊരിക്കലും തെറ്റല്ലാതെ മാറുന്നില്ല. മുൻവിധിയുടെ ഒരു കണ്ണടയുണ്ട് ചന്ദ്രയുടെ മുഖത്ത്. അത് നൂരി നോക്ക്. അപ്പൊ ഞാൻ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവും. മനസ്സിലാക്കിയെടുത്തോളൊക്കെ മതി സിദ്ധുവേട്ടാ. എനിക്കെല്ലാം അറിയാം. ഓരോരുത്തരും എന്താണ്, ആരുടെ പക്ഷത്താണ്, എന്താണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയെല്ലാം. സിദ്ധുവേട്ടൻ ആരുടെയും വക്കാലത്തും കൊണ്ട് വരണ്ട. ഇതാണ് സിദ്ധുവേട്ടന്റെ സ്റ്റാൻഡെങ്കിൽ ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. എന്നെ മനസ്സിലാക്കാത്തൊരു വീട്ടിലെന്തിനാ ഞാൻ നിൽക്കുന്നത്? ഞാൻ ഇറങ്ങും ഇന്ന് തന്നെ. വെറുതെ മണ്ടത്തരം പറയല്ലേ. ചന്ദ്ര ഈ വീട്ടിൽ നിൽക്കുന്നതിനോട് എനിക്കൊരു എതിർപ്പുമില്ല.